പ്രൈസ് ലോർഡ്. ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഭാഗമാണ് അല്ലേ. യേശു കർത്താവ് 5 അപ്പത്തെയും 2 മീനെയും അനുഗ്രഹിച്ച് പുരുഷാരത്തിന് മുഴുവൻ കൊടുത്തു, 12 കൊട്ട നിറച്ചെടുത്ത കാര്യം അല്ലേ. അത് എല്ലാ ഗോസ്പലിലും എഴുതപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 3 ഗോസ്പലിൽ എഴുതിയേക്കുന്നതെന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് യോഹന്നാനിൽ എഴുതിയേക്കുന്നത്. നമ്മൾ ആദ്യത്തെ 3 ഗോസ്പലും വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: പുരുഷാരം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനത്തെ കേട്ട് സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നുണ്ട്, ഇതൊരു മരുഭൂ പ്രദേശമാണ്, ഇവിടെ ആഹാരം കിട്ടത്തില്ല, ഇവരെ ആഹാരം കഴിക്കേണ്ടതിന് ഊരുകളിലേക്ക് വിടാൻ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കാൻ. നമ്മൾ യോഹന്നാനിൽ വായിക്കുമ്പോൾ അത് എഴുതിയേക്കുന്നത് ശിഷ്യന്മാരെ പരീക്ഷിക്കേണ്ടതിനാണ് കർത്താവ് അങ്ങനെ പറയുന്നതെന്ന്. കാരണം കർത്താവിനറിയാം ഈ ജനമായിരിക്കുന്ന മരുഭൂ പ്രദേശമാണ്, ഇവിടെ ആഹാരം കിട്ടില്ല എന്നറിയാം. പക്ഷെ കർത്താവിനറിയാം ആരുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ച് പിതാവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും കർത്താവിനറിയാം. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തെ ശിഷ്യന്മാർക്കുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാരെന്തോ പറയുന്നത്, 200 കാശുണ്ട്, അതിന് പോയാൽ ഇത്രയും പേർക്ക് തികയുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുള്ളൂ? ഹല്ലേലൂയ. കർത്താവ് നമ്മളോടും ചോദിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പം ഇല്ലായ്മയുടേതായിരിക്കും, ബുദ്ധിമുട്ടിൻ്റെതായിരിക്കും, പ്രശ്നത്തിൻ്റെതായിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ഹല്ലേലൂയ, ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യണം, എൻ്റെ മുന്നോട്ടുള്ള കാര്യം എങ്ങനെയാണ് എന്ന് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അത് ഇങ്ങോട്ട് തരാൻ. ഹല്ലേലൂയ. നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ബാലൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ആ കുഞ്ഞത് മാറ്റി വെച്ചില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി മാറി. അത്രയും പേരുടെ വിശപ്പ് മാറ്റാനും പിന്നെയും 12 കൊട്ട നിറച്ചെടുക്കാനും ഹല്ലേലൂയ ഇടയാക്കിയല്ലേ. നമ്മുടെ സാഹചര്യത്തിലും കർത്താവ് ഇത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളെ വിട്ടുതരാൻ, നിങ്ങളുടെ സാഹചര്യത്തെ വിട്ടുതരാൻ, പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അതിന് എത്ര മരുഭൂമിയാണെന്ന് തോന്നിയാലും, എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നിയാലും അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉവ്വ് ആമീനാണ്. ഹല്ലേലൂയ. അതിനൊരു മാറ്റം വരികയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ടേക്ക് ഓവർ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഹല്ലേലൂയ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ, ഹല്ലേലൂയ വലിയ ഒരു ബിഗർ അനോയിൻറ്റിങ്ങോടെ കർത്താവ് കയറുവാൻ തക്കോണം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.